ഞാനും മമ്മി സ്പെഷ്യൽ കറിയും കാക്കാൻ പോയ താള്. ഏതാ താള് തൊട്ട് കാണിച്ച്? ഇതല്ലേ, ഇതാണ് താള്. ആ പറിച്ചോ. കട്ട് ചെയ്തു. നേരത്തെടുത്തോ. ഇതാണ് താള്. നമുക്ക് ഇതുകൊണ്ട് കറി ഉണ്ടാക്കിയാലോ? നമുക്ക് ഓക്കെ കറി ഉണ്ടാക്കാൻ മുളകുണ്ട്, അതുകൊണ്ട് പഠിച്ചാലോ നമുക്ക്? ഓക്കെ. കിട്ടിയല്ലേ മുളക്? ന്യൂസ് കാണിക്കണോട്ടോ അവസാനം എത്ര മുളക് കിട്ടിയെന്നത്. ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. കൈ മുറിക്കരുത്. കണ്ട, ഇത്തരം മുളക് കിട്ടി. നമുക്ക് ഉണ്ടാക്കാം. നമുക്ക് പിന്നെ പഠിച്ചാലോ? നമുക്ക് ഉണ്ടാക്കാൻ ഇതാണ് കറിവേപ്പില. നമുക്ക് ഉണ്ടാക്കിയാലോ? ഇച്ചിരി സാധനങ്ങളുണ്ട്. നമുക്ക് ഒരു സാധനം കാണാനുണ്ട്. ഈ സാധനമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നമുക്ക് ഇത് വെച്ചാലോ? ഓക്കെ. അപ്പൊ ന്യൂസ് എന്ത് കറിയാ ഉണ്ടാക്കാൻ പോണത്? ഇത് എന്തൊക്കെയാ? കപ്പയുണ്ട്, താളുണ്ട്, മുളകുണ്ട്, പിന്നെ കരിവേപ്പില. ഉണ്ടാക്കിയാലോ? അപ്പോൾ അതേ നമ്മുടെ താളും കപ്പയൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ കപ്പ നമുക്ക് ഇച്ചിരി ഉപ്പും മഞ്ഞപ്പൊടി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. അത് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് അരപ്പിനായിട്ട് തേങ്ങാപ്പീരയും ജീരകവും പച്ചമുളകും വെളുത്തുള്ളി ചെറിയുള്ളി കരിവേപ്പില ഇച്ചിരി മഞ്ഞപ്പൊടി ഇച്ചിരി ഉപ്പ് ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കാം. അതേ നമ്മുടെ കപ്പ വെന്ത് വന്നിട്ടുണ്ട്. കപ്പ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് എടുക്കുക. അതിൻ്റെ ഉള്ളിലേക്ക് താളും കൂടി ഇട്ട് ഒന്ന് വേവിച്ചെടുക്കുക. അന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് വരുമ്പോൾ വെള്ളമൊക്കെ താളിൽ നിന്ന് ഇറങ്ങി വന്നോളും. വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ വെന്ത് വന്നപ്പോൾ അരപ്പും കൂടി ചേർത്ത് പച്ചമണം മാറാൻ വേണ്ടി നമുക്കൊന്ന് തിളപ്പിക്കാൻ വെക്കാം. അതിൻ്റെ ഇടയിൽ കൂടി നമുക്ക് കടുക് പൊട്ടിച്ച് പച്ചമുളകും കരിവേപ്പിലേക്ക് ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ആ ഒരു അരപ്പും എല്ലാം കൂടി നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഈ കടുക് പൊട്ടിച്ചും കൂടി ഇട്ട് കൊടുത്ത് ഇളക്കി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ കറി റെഡി ആട്ടോ. നല്ല സ്മെല്ലുണ്ടോ? നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ? ശരി, മമ്മ വായിൽ വെച്ച്